ഹലോ, എല്ലാവർക്കും അടുക്കള.comലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കപ്പയും മുതിരയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടാനാണിത്. കപ്പയും മുതിരയും ഒന്നിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിന് ഞാനിവിടെ ഒരു കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു കപ്പയാണ് കേട്ടത്. ഇത് ഞാൻ മുഴുവനായിട്ടും എടുക്കുന്നില്ല. ഇത് രണ്ടായിട്ട് കഷ്ണാക്കിയിട്ട് ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ കപ്പ രണ്ട് കഷ്ണാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി കളയാം. അതാകും എളുപ്പം. അങ്ങനെ നമ്മുടെ കപ്പ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന കപ്പയാണിത്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. കട്ട് ചെയ്ത് വെച്ച കപ്പയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടുപ്പിലേക്ക് മാറ്റാം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് മുതിരയാണ്. 250 ml ഒരു ഗ്ലാസ്സാണിത്. ഇതിൽ ഒരു ഗ്ലാസ് മുതിരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരണം. ഇത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന മുതിരയാണ്. വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതൊന്ന് വറുത്തിട്ട് ഉപയോഗിക്കാം. ഈ കഴുകിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വേവിച്ചെടുക്കാം. പക്ഷേ ഞാൻ വറുക്കുന്നില്ല. ഞാൻ ഡയറക്റ്റായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലായാലും നമുക്ക് പിന്നീട് വറ്റിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3-4 വിസിൽ വരെ വരുന്നത് വരെ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പ ഇപ്പോൾ 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നമുക്ക് ഊറ്റിക്കളയണം. ഇതിലെ കട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 1/4 ഭാഗത്തോളം വെന്ത കപ്പയിലേക്ക് വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പം കപ്പ കല്ലിച്ചു പോകും. പിന്നെ വെന്ത് കിട്ടൂല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണം. ഈ സമയത്താണ് കപ്പയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുതിരയിലും ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് കൂടെ ഉള്ളത് ഇതിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. മുതിരയും കപ്പയും ഒന്നിച്ച് മിക്സ് ആകുമ്പോൾ അത് ഉപ്പൊക്കെ കറക്റ്റ് ആയിക്കോളും. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ ഉടഞ്ഞു പോകുന്ന രീതിയിൽ വെന്തിരിക്കണം. ഇനി നമുക്കിതിലെ വെള്ളമെല്ലാം ഊറ്റി കളയണം. കപ്പയിലെ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടയ്ക്കുക. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച മുതിര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ കപ്പയും മുതിരയും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കണം കേട്ടോ. അപ്പോഴുള്ളൂ അതിൻ്റെ റിയലായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. മുളകൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കപ്പ മുതിര മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. നമ്മൾ കപ്പ ഒന്ന് ക്ലീൻ ആക്കുന്ന സമയം വേണ്ടുള്ളൂ.
മുതിരയൊക്കെ നമ്മൾ പിന്നെ കുക്കറിലിട്ടാണല്ലോ വേവിക്കുക, ഒക്കെ പെട്ടെന്ന് റെഡിയാവും. ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി മുളക് പൊടി ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും, നല്ല മണമായിരിക്കും. ഇവിടെ മക്കൾക്ക് എരിവ് കൂടുതലാവുമെന്ന് കരുതിയിട്ടാണ് ഞാനത് ചേർക്കാതിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കഞ്ഞിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. കട്ടൻ ചായയുടെ കൂടെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.